ബഹ്റൈന്റെ പ്രധാന ലാൻഡ്മാർക്കുകളിലൊന്നായ അൽ ഫത്തേ ഗ്രാൻഡ് മോസ്ക് കാണാൻ വേണ്ടിയാണ് ഇന്നത്തെ എൻ്റെ ഈ യാത്ര. രാജ്യ തലസ്ഥാനമായ മനാമയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പള്ളി ആധുനിക ബഹ്റൈന്റെ സ്ഥാപകനായ അഹമ്മദ് അൽ ഫത്തേയുടെ നാമത്തിൽ അറിയപ്പെടുന്നു. മെയിൻ ഡോറ് കടന്ന് അകത്തു ചെല്ലുമ്പോൾ വലതുവശത്തായി പള്ളിയുടെ ഭാഗമായുള്ള ലൈബ്രറി കാണാം. ഖുർആൻ പഠനങ്ങൾ, അറബി ഭാഷാ സാഹിത്യം, അപൂർവമായ കൈയെഴുത്തു പ്രതികൾ എന്നിവയൊക്കെ ചേർന്ന വലിയൊരു പുസ്തക ശേഖരം തന്നെ ഇവിടെയുണ്ട്. ഒരു ആരാധനാലയം എന്നതിലുപരി ഇവിടം പഠനത്തിനും സാംസ്കാരിക ഇടപെടലിനുമുള്ള ഒരു കേന്ദ്രമായി മാറുകയും ചെയ്യുന്നു. ഈ പള്ളിയുടെ ഏറ്റവും ആകർഷകവും സവിശേഷവുമായ ഒന്നാണ് ഒരേ സമയം 7000-ലധികം ആരാധകരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രാർത്ഥനാ ഹാൾ. ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും ഫൈബർ ഗ്ലാസ് നിർമ്മിതവുമായ താഴികക്കുടമാണ് പ്രാർത്ഥനാ ഹാളിന്റെ കേന്ദ്രഭാഗം. ഓസ്ട്രിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത അലങ്കാര വിളക്കുകളും ഇറ്റാലിയൻ മാർബിളും ഇറാനിൽ നിന്ന് കൊണ്ടുവന്ന കാർപ്പറ്റുകളും ഇന്ത്യയിൽ നിന്ന് എത്തിച്ച തേക്ക് തടിയിൽ തീർത്ത വാതിലുകളും കൈവരികളും ഈ പ്രാർത്ഥനാ ഹാളിനെ കൂടുതൽ മനോഹരമാക്കുന്നു. 6500 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ഈ പള്ളി 1984 നിർമ്മാണം ആരംഭിക്കുകയും 1988 പൂർത്തീകരിച്ച് അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് ഇസ ബിൻ സൽമാൻ ഖലീഫ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുകയും ചെയ്തു. എല്ലാ മതങ്ങളിലെയും സന്ദർശകരെ പള്ളി സ്വാഗതം ചെയ്യുന്നതിനാൽ ഇതൊരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമായും അറിയപ്പെടുന്നു.